കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് തന്ന റിട്ടേൺസ് വെറും 2.3%. 3 വർഷത്തിൽ നമ്മൾ CAGR റിട്ടേൺസ് എടുത്താൽ 14.2%. അതായത് നിങ്ങളുടെ പൈസ 1.5 ഇരട്ടിയായിട്ട് വളർന്നിട്ടുണ്ടാവും 3 വർഷത്തിൽ. പക്ഷേ ഇതേ സമയത്തിൽ ഗോൾഡ് തന്ന റിട്ടേൺസ് ഒരു വർഷത്തിൽ 63.4%. കഴിഞ്ഞ 3 വർഷത്തിൽ നോക്കുകയാണെങ്കിൽ 34.6%. അതായത് നിങ്ങളുടെ പൈസ 2.5 ഇരട്ടിയായിട്ടുണ്ടാവും നിങ്ങൾ ഗോൾഡ് കണ്ടിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലും ഗംഭീരമാണ് നമ്മൾ സിൽവറിൻ്റെ ഡേറ്റ നോക്കിയാൽ. കാരണം സിൽവർ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്ന റിട്ടേൺസ് 92.9% ആണ്. അത് നിങ്ങളുടെ പൈസ ഒരു വർഷത്തിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ടാവും. ആൻഡ് 3 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ 44.8% ഓരോ വർഷവും തന്ന എഫക്റ്റ് ആണുള്ളത്. അതായത് നിങ്ങൾ സിൽവറിലാണ് നിങ്ങളുടെ മുഴുവൻ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 3 ഇരട്ടി ആയിട്ടുണ്ടാവും കഴിഞ്ഞ 3 വർഷത്തിൽ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നും 3 വർഷം മുമ്പ് കുറച്ച് ഗോൾഡ് സിൽവറൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ കുറേ പൈസ ഉണ്ടാക്കായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊരിക്കലും ഒരു ഇൻവെസ്റ്റിങ്ങിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് അല്ല. കാരണം ഇതൊക്കെ നമുക്ക് പാസ്റ്റിലെ ഡേറ്റയാണ്. ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ 3 വർഷത്തിൽ ഗോൾഡും സിൽവറൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് അത്രത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തില്ല എന്നുള്ളത്. പക്ഷേ 3 വർഷം മുൻപ് നമുക്ക് അറിയായിരുന്നു ഒരിക്കലും ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നേരിടുന്ന ചോദ്യം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം പൈസ ഇടുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ഗോൾഡ് സിൽവർ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവണോ? ഈ ഉണ്ടാവണമെങ്കിൽ തന്നെ ഈ ഗോൾഡ് സിൽവറൊക്കെ ഏറ്റവും ബെസ്റ്റ് ഏത് രീതിയിലാണ് വാങ്ങി വെക്കുക? ആക്ച്വലി ഫിസിക്കൽ ഗോൾഡ് ആണോ, ഗോൾഡ് കോയിൻ ആണോ, ഗോൾഡ് ETF ആണോ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആണോ? അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിലേതാണ് ഏറ്റവും ബെസ്റ്റ്? ആൻഡ് അവിടെയും ഗോൾഡ് ആണോ സിൽവർ ആണോ? കാരണം റിട്ടേൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷം ആയിക്കോട്ടെ, ഒരു വർഷം ആയിക്കോട്ടെ, സിൽവറാണ് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത 3 വർഷത്തിൽ 5 വർഷത്തിൽ ആരായിരിക്കും ബെറ്റർ ആയിട്ട് ചെയ്യുക? സിൽവർ ആണോ, ഗോൾഡ് ആണോ? ഇനി അതല്ല രണ്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കുന്നതാണോ നല്ലത്? ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരം ഡേറ്റയുടെ സഹായത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഉദ്ദേശം. സോ ഇതുപോലത്തെ പേഴ്സണൽ ഫിനാൻസ് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് കഴിഞ്ഞ 3-4 വർഷത്തിൽ ഈ ഗോൾഡും സിൽവറിനും എന്തുകൊണ്ടാണ് ഇത്രയും റിട്ടേൺസ് തരാൻ സാധിച്ചത്? ഒബ്വിയസ്ലി അവിടെ ഗോൾഡിനും സിൽവറിനും ഡിമാൻഡ് കൂടി. അപ്പോൾ അവിടെയുള്ള ചോദ്യം, ഈ ഗോൾഡിനും സിൽവറിനും ഡിമാൻഡ് എവിടുന്നാണ് വന്നത്? ആദ്യം നമുക്ക് ഗോൾഡിൻ്റെ കാര്യം നോക്കാം. ഗോൾഡിൻ്റെ ഡിമാൻഡ് ഇത്രയും കൂടാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സെൻട്രൽ ബാങ്ക്സ്. നമ്മുടെ RBI പോലെ ഓരോ കൺട്രിക്കും അവരുടേതായ സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്. ആ സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് ഇങ്ങനെ വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 2008 വരെയൊക്കെ അങ്ങനെ കാര്യമായിട്ട് ആരും ഗോൾഡ് വാങ്ങുന്നില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഭയങ്കരമായിട്ട് ഗോൾഡ് വാങ്ങുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് 3-4 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഗോൾഡ് ബൈയിങ് ആണ് ഓരോ സെൻട്രൽ ബാങ്ക്സും, ഇൻക്ലൂഡിങ് നമ്മുടെ കൺട്രിയുടെ RBI വരെ വാങ്ങിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റീസൺ. രണ്ടാമത്തെ റീസൺ ആണ് നമ്മുടെ ഓവറോൾ നമ്മൾ ലോകത്തിപ്പോൾ നോക്കിയാൽ പല രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല മാക്രോ എക്കണോമിക്സ് രീതിയിൽ നമ്മൾ മൊത്തം വേൾഡിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല പല കൺട്രീസും, ഇൻക്ലൂഡിങ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉള്ളത്. ആൻഡ് ഫൈനലി വാല്യുവേഷൻസ്. ഓരോ കൺട്രിയിലെ സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മൾ വാല്യുവേഷൻ നോക്കിയാൽ, പ്രത്യേകിച്ച് നമ്മൾ US-ൻ്റെ ഇന്ത്യയിൽ നോക്കിയാൽ കുറച്ച് ഓവർ വാല്യൂഡ് സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഇത് ഞാൻ വെറുതെ അടിച്ചു വിടുന്നൊന്നുമല്ല. ഓരോ കൺട്രീസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ നമ്മൾ വാല്യൂ ആ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ PE റേഷ്യോ ബേസിലാണ്. അപ്പോൾ ആ PE റേഷ്യോ ഓരോ കൺട്രീസിനെ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് 24.6 ഇപ്പോൾ കിടപ്പുള്ളത്. നമ്മുടെ തന്നെ കഴിഞ്ഞ 20 വർഷത്തെ ആവറേജ് 20.2 ഉള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഓവർ വാല്യൂഡ് ആണ്. മാത്രമല്ല ബാക്കിയുള്ള പല കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓവർ വാല്യൂഡ് ആണ്. ഇനി ഒബ്വിയസ്ലി നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യ ഭയങ്കര ഗ്രോയിങ് എക്കണോമിയാണ്, അങ്ങനത്തെ കുറേ കഥകൾ നമുക്ക് പറയാം. എങ്കിലും നമ്മുടെ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. US-ൻ്റെ കാര്യവും ഒട്ടും വ്യത്യാസമൊന്നുമില്ല. US-ഉം അവരുടെ തന്നെ ആവറേജ് വെച്ച് നോക്കുമ്പോൾ അവർ PE റേഷ്യോ ഭയങ്കര കൂടുതലാണ്, 27 നിൽക്കുന്നത്. ബാക്കിയുള്ള പല കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ അവരും കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ വേൾഡിനെ നോക്കുമ്പോൾ അത്രയും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തോന്നുന്നില്ലെങ്കിൽ പൊതുവെ ആൾക്കാർ പൈസ സേഫ് ഹാവനായ ഗോൾഡിലേക്കാണ് മാറ്റാറുള്ളത്. അപ്പോൾ ആ ഒരു ഗോൾഡിൻ്റെ ബൈയിങ് ഡിമാൻഡും കൂടിയാണ് ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ ഡിമാൻഡ് എവിടുന്നാണ് വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത ചോദ്യം ഉള്ളത്, അങ്ങനെയാണ് സിൽവറിൻ്റെയും ഈ സെയിം കാരണങ്ങൾ കൊണ്ടാണോ? അല്ല. സിൽവറിൻ്റെ 2 റീസൺ കൊണ്ടാണ്. വീണ്ടും അതിൽ ഫസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസണാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സോളാറിലും അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിലും ഭയങ്കര ബൂമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സോളാർ പാനൽസ് ഉണ്ടാക്കാനും അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാനും ഒരു മേജർ പാർട്ടായി വരുന്നത് ഈ സിൽവർ എന്ന് പറഞ്ഞ കോമോഡിറ്റിയാണ്. അപ്പോൾ സിൽവറിൻ്റെ ഡിമാൻഡ് ഭയങ്കര കൂടുതലാവുകയും അതുവഴി സിൽവറിൻ്റെ പ്രൈസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം സിൽവർ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള ഒരു കോമോഡിറ്റിയാണ്, ഗോൾഡ് പോലെയല്ല. ആക്ച്വലി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ള സാധനമാണ്. ആ സിൽവറിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഈ കാര്യങ്ങളും കൊണ്ട് പിന്നെ വേറെ പല കാര്യങ്ങളും കൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുന്നുണ്ട്. അതാണ് സിൽവറിൻ്റെ പ്രൈസ് കൂട്ടാനുള്ള ഒരു കാരണം. രണ്ടാമത് കാരണം എന്ന് വെച്ചാൽ ഈ സിൽവറിൻ്റെ സപ്ലൈ നമ്മുടെ മൊത്തത്തിൽ വേൾഡിൽ ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഡിമാൻഡ് ഭയങ്കര കൂടുകയാണ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതലുണ്ടോ അപ്പോഴൊക്കെ ആ സാധനത്തിൻ്റെ പ്രൈസ് മുകളിലേക്കാണ് പോവുക. ഫോർ എക്സാമ്പിൾ ഇക്വിലിബ്രിയം പോയിന്റ് പ്രൈസ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ ഡിമാൻഡ് കൂടുന്നു പക്ഷേ സപ്ലൈ കുറവാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റ് കുറച്ചുകൂടി മുകളിലേക്ക് ഷിഫ്റ്റ് ആവും. എക്സാക്ട്ലി ഇതേ കാര്യം തന്നെയാണ് സിൽവറിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് സിൽവറിനെ പറ്റി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായി ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സിൽവറിൻ്റെ പ്രൈസ് ഭയങ്കര മുകളിലേക്കായിട്ട് ഇന്ത്യയിൽ വരെ പോകുന്നത്? അതിൻ്റെ ഏറ്റവും മേജർ റീസൺ ആൾക്കാർ സിൽവറിലേക്ക് കുറേ പൈസ ഇടുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഫിസിക്കലായിട്ട് സിൽവർ വാങ്ങി വെക്കാനുള്ള സപ്ലൈ പ്രോപ്പറായിട്ടില്ല. അപ്പോൾ ആ ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് സിൽവറിൻ്റെ പ്രൈസ് മുകളിലേക്ക് ഇങ്ങനെ വീണ്ടും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ നേരിടുന്ന ചോദ്യം, സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഒക്കെ ഈ ഡിമാൻഡ് ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുക? അതായത് ബേസിക്കലി സിൽവറും ഗോൾഡും ഇനി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഒരിക്കലും ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അടുത്തൊരു വർഷത്തിൽ അല്ല അടുത്ത 2 വർഷത്തിൽ 3 വർഷത്തിൽ ഒന്നും സിൽവറും ഗോൾഡും എത്രത്തോളം മുകളിലേക്ക് പോകും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഈ സിൽവറും ഗോൾഡും നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാകണോ എന്നുള്ള കാര്യം. ഈ കാര്യത്തിൽ ഒരു സംശയമില്ല, തീർച്ചയായിട്ടും ഗോൾഡും സിൽവറും നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടാകുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോക്ക് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റാണ് തരിക. ഇതിൻ്റെ മേജർ റീസണാണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ചോറ് മാത്രമാണോ കഴിക്കുക? ഇല്ല, നമ്മൾ ചോറുണ്ടാവും, ചിലപ്പോൾ സാമ്പാറുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാവും, അച്ചാറുണ്ടാവും, സാലഡ് ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളൊരു മീൽ കഴിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ പൈസേൻ്റെ കാര്യത്തിലും. നമ്മൾ പൈസ ഒരിക്കലും റിയൽ എസ്റ്റേറ്റിൽ മാത്രം, അല്ലെങ്കിൽ സ്റ്റോക്സിൽ മാത്രം, അല്ലെങ്കിൽ ബോണ്ടിൽ മാത്രം, അല്ലെങ്കിൽ ഗോൾഡിൽ മാത്രം, അല്ലെങ്കിൽ സിൽവറിൽ മാത്രം ഒരു കാരണവശാലും ഇടരുത്. അതിൻ്റെ സിമ്പിൾ റീസൺ എന്താണ്? നാളെ ഈ ഗോൾഡ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മൊത്തം പൈസ ആയിരിക്കും താഴേക്ക് പോകാൻ പോകുന്നത്. നാളെ സിൽവറിൽ ഒരു മാർക്കറ്റ് ക്രാഷ് വന്നാൽ നിങ്ങളുടെ മൊത്തം പൈസ നിങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെടും. നേരെ മറിച്ച് നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ പൈസ ഡൈവേഴ്സിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്റ്റോക്സ്, കുറച്ച് റിയൽ എസ്റ്റേറ്റ്, കുറച്ച് ബോണ്ട്, കുറച്ച് ഗോൾഡ്, കുറച്ച് സിൽവർ, ആ രീതി വെച്ച് കഴിഞ്ഞാൽ 2 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും അസറ്റ്സ് ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും, അപ്പം നിങ്ങൾ കുറച്ച് ഹാപ്പി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര റിട്ടേൺസ് വന്നിട്ടില്ല. മോശമായിട്ടുള്ള റിട്ടേൺസ് ഒന്നല്ല വന്നത്, 14% CAGR എന്ന് പറഞ്ഞാൽ നല്ല റിട്ടേൺസ് ആണ്. എങ്കിലും നമ്മൾ ഗോൾഡിനെ സിൽവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം റിട്ടേൺസ് വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് ഗോൾഡും സിൽവർ ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 5% സിൽവർ, ഒരു 5% ഗോൾഡ് ഒക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഗോൾഡ് ഉണ്ട്, മാത്രമല്ല ഗോൾഡ് സിൽവർ നല്ല റിട്ടേൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. നിങ്ങൾ ചാടി കയറിയിട്ട് ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും മണ്ടത്തരം ചെയ്യാനും നിങ്ങൾ നിൽക്കില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഹാപ്പിയാണ്. ആ ഒരു എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ബെനിഫിറ്റ് ആണ്. ഇത് കൂടാതെ ആക്ച്വൽ ബെനിഫിറ്റും ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കോറിലേഷൻ എന്താ മനസ്സിലാക്കണം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. 2 അസറ്റിൻ്റെ, ഫോർ എക്സാമ്പിൾ ഗോൾഡും സിൽവറും ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള പ്രൈസിലെ കണക്ഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോൾഡിനും സിൽവറിലും എടുക്കുകയാണെങ്കിൽ അതിന് കോറിലേഷൻ 0.6 ആണ്, അഥവാ 60% ആണ്. അതായത് 60% ഇവരുടെ മൂവ്മെന്റ്സ് ഒരേപോലെയാണ്. 2 പേര് ഏതാണ്ട് ഒരേപോലെയാണ് മുകളിലേക്ക് പോവുക, ഏതാണ്ട് ഒരേ സമയത്തായിരിക്കും താഴേക്ക് വരിക. എന്നാൽ നമ്മൾ ഗോൾഡും നിഫ്റ്റി അഥവാ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ അവിടെ ഓൾമോസ്റ്റ് ഒരു ചെറിയ നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്. അതായത് മിക്ക സമയത്തും ഏതാണ്ട് ഒരേപോലെ ആയിരിക്കും പോവുക. പക്ഷേ നാളെ ഒരു ക്രാഷ് വന്നാൽ, ഫോർ എക്സാമ്പിൾ കോവിഡിൽ ക്രാഷ് വന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയി, 2008 ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയി. ആ സമയങ്ങളിലൊക്കെ ഇവർ തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ആയതുകൊണ്ട് ഗോൾഡ് മുകളിലേക്കായിരിക്കും പോവുക. ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാർട്ടൊന്നും കാണാൻ പറ്റും. 2020 ക്രാഷ് വന്ന സമയത്ത് നിഫ്റ്റി താഴേക്ക് പോയപ്പോൾ, ഓറഞ്ച് കളർ ലൈൻ താഴേക്ക് പോയപ്പോൾ ഗോൾഡ് പിടിച്ചു നിന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ 10% എങ്കിൽ പോലും ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഭയങ്കരമായിട്ട് താഴേക്ക് പോകില്ല. കാരണം ആ ഗോൾഡ് ഒരു കുഷൻ പോലെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരികയാണ് ചെയ്യുക, ഒരു ഇൻഷുറൻസ് പോലെ ആയിരിക്കും ഉണ്ടാവും. 2008 ഫിനാൻഷ്യൽ ക്രൈസിസിലും നിഫ്റ്റി താഴേക്ക് പോയപ്പോൾ 60% ഒക്കെയാണ് കുറച്ച് മാസങ്ങൾ കൊണ്ട് താഴേക്ക് പോയത്. അപ്പോൾ നിങ്ങളുടെ പൈസ മൊത്തം സ്റ്റോക്സിലുള്ളെങ്കിൽ നിങ്ങളുടെ പൈസ 10 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് 6 ലക്ഷത്തിലേക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് മാത്രം താഴേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പൈസയിൽ ഒരു 10% ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡ് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ തരും. കാരണം ഗോൾഡ് ആ സമയത്ത് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്രൈസിസിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്ത് ഈ നെഗറ്റീവ് കോറിലേഷൻ ഇവർ കാണിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഓവറോൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ, ഒരു ഇൻഷുറൻസ് പോലെ ആയിരിക്കും ഗോൾഡ് ഉണ്ടാവുക. സിൽവറിൻ്റെ കാര്യത്തിൽ സെയിം ആണ്. കാരണം സിൽവറും നിഫ്റ്റി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കമ്പയർ ചെയ്ത് നോക്കിയാൽ വീണ്ടും കുറച്ചും കൂടി നെഗറ്റീവ് കോറിലേഷൻ കാണാം. അപ്പോൾ ഈ സിൽവറും ഗോൾഡും നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിങ്ങൾ കാണണം. അങ്ങനെ നിങ്ങൾ ഗോൾഡിനെയും സിൽവറിനെയും നിങ്ങളുടെ സദ്യയിലെ അച്ചാറോ സാലഡൊക്കെ ആയിട്ട് കാണാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ നിങ്ങൾ നല്ല വെൽത്ത് ഉണ്ടാക്കും. അത് അടുത്ത 6 മാസത്തിലും 1 വർഷത്തിലും ഗോൾഡും സിൽവറും ഭയങ്കര മുകളിലേക്ക് പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് ആക്ച്വലി വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് വെൽത്തിലുപരി നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം ഉണ്ടാവും. കാരണം ഒരിക്കലും നിങ്ങൾ എന്താണ് ഒരൊറ്റ സിംഗിൾ അസറ്റ്സിൽ, അത് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കില്ല, അതിൽ മാത്രം ആശ്രയിച്ചായിരിക്കില്ല നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ വെൽത്തും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾഡും സിൽവറും വാങ്ങേണ്ടത്. അല്ലാണ്ട് അടുത്ത 6 മാസത്തിൽ 1 വർഷത്തിൽ ഇനിയും കുറേ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും റിട്ടേൺസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഗോൾഡും സിൽവറും നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 10% ആയിക്കോട്ടെ, 20% ആയിക്കോട്ടെ, അതിൽ കൂടുതൽ നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഗോൾഡും സിൽവറിനും ഒരു ഇടം ആവശ്യമില്ല എന്നാണ് സത്യം. ഇതിനെപ്പറ്റി ഞാൻ ഇതിന് മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എത്രത്തോളം പെർസെൻറ്റേജ് ഗോൾഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ 10% മതി, മാക്സിമം 20% വരെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. അതിലും കൂടുതലാകുന്നതിൽ വലിയൊരു പോയിന്റ് ഇല്ല. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത വരുന്ന ചോദ്യം, നമ്മൾ എങ്ങനത്തെ രീതിയിലാണ് ഗോൾഡും സിൽവറൊക്കെ
വാങ്ങേണ്ടത്. ഫിസിക്കലായിട്ടുള്ള ഗോൾഡും സിൽവറും ആണോ വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഇതിന് ഡിജിറ്റൽ ആയിട്ടുള്ള വേറെ വേർഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫിസിക്കലായിട്ട് ഗോൾഡോ സിൽവറോ ഒക്കെ വാങ്ങുകയാണെങ്കിൽ, അത് ഗോൾഡ് കോയിൻ ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, സിൽവറിൻ്റെ ബാർ ആയിക്കോട്ടെ, ഏത് രീതിയിൽ വാങ്ങുകയാണെങ്കിലും കുറച്ച് ഡിസഡ്വാൻറ്റേജുകളുണ്ട്. ആ ഡിസഡ്വാൻറ്റേജുകൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അതിൽ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് മേക്കിംഗ് ചാർജസ്. നിങ്ങൾ കോയിൻ ആയിട്ട് ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 2% മേക്കിംഗ് ചാർജ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ്. നിങ്ങൾ ജ്വല്ലറി ഒക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ 15% വരെ പോവാം. അപ്പോൾ അതൊക്കെ വെറും നമുക്ക് നഷ്ടമാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് ഗോൾഡിനെ കാണുന്നെങ്കിൽ, സിൽവറിനെ കാണുന്നെങ്കിൽ ഈ പൈസയൊക്കെ മേക്കിംഗ് ചാർജ് വെറും നഷ്ടമാണ്. ഇതുകൂടാതെ ഒരു 3% GST നിങ്ങൾ പേ ചെയ്യേണ്ടി വരും നിങ്ങൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ. സ്പ്രെഡ് വൈൽ സെല്ലിംഗ്, അതായത് നിങ്ങൾ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഗോൾഡ് കോയിൻ ആയിട്ട് പോയിട്ട് അന്നത്തെ ഗോൾഡ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഒരിക്കലും ജ്വല്ലറിക്കാർ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. ഒരു 1 to 3% അവിടെ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവും. അന്നത്തെ പ്രൈസിൽ 1 to 3% കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് വിളിക്കുക. ഇത് ഫിസിക്കൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് കാര്യമുള്ളത് ഇതിലെ സേഫ്റ്റിയും റെഗുലേഷനാണ്. ഒബ്വിയസ്ലി റെഗുലേറ്റഡ് ആണോ ചോദിച്ചാൽ നിങ്ങൾ നല്ല ഡീലേഴ്സിൻ്റെ അടുത്തോ അല്ല നല്ല ജ്വല്ലറിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ ഗോൾഡ് കോയിനും അല്ല ഇതൊക്കെ വാങ്ങുന്നതെങ്കിൽ അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ സേഫ്റ്റിയുടെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കുറേ ഗോൾഡൊക്കെ നിങ്ങളുടെ കയ്യിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ അതിൽ സേഫ്റ്റിക്ക് ഭയങ്കര ഇഷ്യൂ ഉണ്ട്, തെഫ്റ്റ് പോവാം. ഇനി നിങ്ങൾ ബാങ്ക് ലോക്കറിൽ വെക്കുകയാണെങ്കിൽ അവിടെ എക്സ്ട്രാ ചാർജ് ആയിരിക്കും വരിക. അവിടെ അത് 100% സേഫ് ആണോ, 100% ഗ്യാരണ്ടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ലോക്കറിൽ പോലും 100% ഗ്യാരണ്ടി നമുക്ക് ഗോൾഡിൻ്റെ സിൽവറിൻ്റെ സ്റ്റോറേജിൽ നൽകാൻ പറ്റില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡിജിറ്റൽ ഗോൾഡാണ്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡിൽ പല ചാർജസും കുറഞ്ഞു വരും, പക്ഷേ പല ചാർജ് എക്സ്ട്രാ അവിടെ ആഡ് ആവുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം ഗോൾഡ് വാങ്ങുന്നതിൻ്റെ പല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പാരിസൺ അവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ ഗോൾഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം വെച്ചാൽ പല ചാർജ് അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ അത് സെബി റെഗുലേറ്റഡ് അല്ല. നാളെ അവിടെ എന്തെങ്കിലും ഫ്രോഡ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ പൈസ ചിലപ്പോൾ നഷ്ടപ്പെടാം. അപ്പോൾ അടുത്ത ചോദ്യം, ഈ ഒരു സാഹചര്യത്തിൽ ഈ ചാർജുകൾ കുറവ് എന്നാൽ നല്ല സേഫ്റ്റി ഉള്ള എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ 2 ഓൾട്ടർനേറ്റീവ്സ് ആണ് നിങ്ങൾക്ക് ഗോൾഡോ സിൽവറോ വാങ്ങാനുള്ളത്. അതിൻ്റെ പേരാണ് ETF അഥവാ മ്യൂച്വൽ ഫണ്ട്. ഗോൾഡിൻ്റെ ആയിക്കോട്ടെ സിൽവറിൻ്റെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഗോൾഡ് ETF-ൽ അല്ലെങ്കിൽ സിൽവർ ETF-ൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് സ്റ്റോക്സ് വാങ്ങുന്നതും വിൽക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സിൽവറിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വഴിയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. 2 രീതികളും സെബി റെഗുലേറ്റഡ് ആണ് എന്ന് മാത്രമല്ല ഈ ചാർജസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിനൊക്കെ പകരം ഒരൊറ്റ ചാർജേ ഉള്ളൂ. ആ ചാർജിൻ്റെ പേരാണ് എക്സ്പെൻസ് റേഷ്യോ. ആ എക്സ്പെൻസ് റേഷ്യോ പൊതുവെ വരിക ഒരു 0.5 to 0.8% ഇടയിലാണ്. അപ്പോൾ ആ 0.5 to 0.8% നിങ്ങളുടെ പൈസ അവർ കൊണ്ടുപോകുന്നതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ് 100% സേഫ്റ്റിയാണ്, 100% റെഗുലേഷനാണ്. മാത്രമല്ല നിങ്ങൾ ഗോൾഡ് ETF-ലോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ച്വലി ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾഡിനോ സിൽവറിനോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് കരുതുന്നതെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റും ഏറ്റവും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റൗട്ട് എന്താണ്? ഈ ഗോൾഡ് ETF-ഓ അല്ലെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടോ. സിൽവറിൻ്റെ കാര്യത്തിൽ സെയിം ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് ഈ ഗോൾഡ് ETF ആണോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടാണോ ബെറ്റർ എന്നുള്ള. അപ്പോൾ ഇത് ഓരോ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ വളരെ ബ്രോഡായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഗോൾഡ് ETF-ന് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട്, നിങ്ങൾ ഓൾറെഡി സ്റ്റോക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവും. ആ ഡിമാറ്റ് അക്കൗണ്ട് വേണം. നിങ്ങൾക്ക് ഓൾറെഡി ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ആ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചാർജസ്, ഓരോ ഇയർലി പേ ചെയ്യേണ്ട ചാർജസ് ഒക്കെ ആ ഒരു ബ്രോക്കർ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊന്നും കുറേ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഗോൾഡ് ETF-ൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സിൽവർ ETF-ൻ്റെ രൂപത്തിൽ കുറേ വാങ്ങി വെക്കാത്തായിരിക്കും നല്ലത്. അതിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾ ETFs ഒക്കെ വാങ്ങുമ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു ETF-ൻ്റെ AUM എത്രയാണ്, ആ ഒരു ETF-ന് ലിക്വിഡിറ്റി ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ETF-ൽ ഇടാൻ പാടുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കണ്ട് മനസ്സിലാക്കി വേണം ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതേസമയം നിങ്ങൾ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടും വേണ്ട. മാത്രമല്ല നിങ്ങൾക്ക് SIP വഴി ഓരോ മാസവും കുറച്ച് പൈസ ഇടുന്ന വഴി നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാം. അവിടെ ആ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജർ നോക്കിക്കോളും ഏതാണ് നല്ല ETF, നല്ല ലിക്വിഡിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പണി ചെയ്തോളും. അപ്പോൾ എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് ഈ പരിപാടി പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന് എപ്പോഴും ഗോൾഡ് ETF-നെക്കാളും കുറച്ചുകൂടി എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും. ഗോൾഡ് ETF-ന് മേ ബി ഒരു 0.5% ഒക്കെ ആണെങ്കിൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് രൂപത്തിൽ വാങ്ങുമ്പോൾ 0.6% ആയിരിക്കും. നിങ്ങൾക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആ 0.6% കൊടുത്തിട്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ വഴി ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ്. എന്നാൽ നിങ്ങൾ ഓൾറെഡി സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണ്, ലിക്വിഡിറ്റിയുടെ കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കി ചെയ്യാൻ റെഡി ആണെങ്കിൽ ഗോൾഡ് ETF ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ലോവർ കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ശ്രദ്ധിക്കുക. അടുത്ത വരുന്ന ചോദ്യം, നമ്മൾ ഗോൾഡിനാണോ സിൽവറിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും അടുത്ത 6 മാസത്തിൽ അടുത്തൊരു വർഷത്തിൽ ഗോൾഡാണോ സിൽവറാണോ ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാന്നുള്ള കാര്യം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്കെന്ന് മാത്രമല്ല ആർക്കും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ എല്ലാ പൈസയും വെച്ചിട്ട് ഈ ഗോൾഡിലായിക്കോട്ടെ അല്ലെങ്കിൽ സിൽവറിലായിക്കോട്ടെ അയാൾ പറയുന്നതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആരായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റും.
നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗോൾഡിന് സിൽവറിനെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ രീതിയിലാണ് രണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഗോൾഡ് കുറച്ചും കൂടി സ്മൂത്തറായിട്ടാണ് മുകളിലേക്ക് പോയത്. എന്നാൽ സിൽവർ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വോളട്ടൈൽ ആയിട്ടുള്ള ജേണിയാണ് കാണിക്കുന്നത്. അപ്പോൾ സിൽവറിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പോയി കളിക്കും. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മൾ 93% മുകളിൽ, പക്ഷേ അടുത്ത 2-3 വർഷത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, അത് ഒരു 50% താഴേക്ക് പോവാം. ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തൊരു 3 വർഷത്തിൽ ചിലപ്പോൾ വീണ്ടും ഒരു 100% മുകളിലേക്കൊക്കെ പോകാം. അതാണ് സിൽവറിൻ്റെ പ്രത്യേകത. ഈ ഒരു സമയത്തിൽ ഗോൾഡും മുകളിലേക്കും താഴേക്കൊക്കെ പോകും, പക്ഷേ സിൽവറിന് അത്രത്തോളം ഒരു വോളറ്റിലിറ്റി ഗോൾഡ് കാണിക്കാറില്ല. മാത്രമല്ല നമ്മൾ ഓരോ വർഷത്തെയും റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ പല വർഷങ്ങളിലും ഗോൾഡാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത്, ചില വർഷങ്ങളിൽ സിൽവറാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തത്. ഫോർ എക്സാമ്പിൾ നമ്മൾ 2010 നോക്കുകയാണെങ്കിൽ ഗോൾഡ് 24% ആണ് റിട്ടേൺസ് വന്നിരിക്കുന്നത്. ആ വർഷം സിൽവർ 71% ആണ് റിട്ടേൺസ് വന്നിരിക്കുന്നത്. എന്നാൽ 2013 നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് -2% ചെറുതായിട്ട് താഴേക്ക് പോയി. ആ സമയം സിൽവർ -23% താഴെ പോയത്. അപ്പോൾ സിൽവർ നിങ്ങൾ ഏത് ഇയർ നോക്കുകയാണെങ്കിലും ഗോൾഡിനെക്കാളും റിട്ടേൺസ് കൂടുതൽ കിട്ടുമ്പോൾ നല്ല കൂടുതൽ കിട്ടും, റിട്ടേൺസ് കുറവ് കിട്ടുമ്പോഴും നല്ല കുറവായിരിക്കും കിട്ടുക. ഭയങ്കര വോളറ്റൈലാണ്. അപ്പോൾ ഗിവൺ ദിസ് നമ്മൾ എങ്ങനെയാണ് പൈസ അലക്കേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഒബ്വിയസ്ലി ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കണ്ടു, ചില വർഷം ഗോൾഡാണ് ബെറ്റർ, ചില വർഷം സിൽവറാണ് ബെറ്റർ. അപ്പോൾ രണ്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇനി രണ്ടും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് റേഷ്യോയിൽ ഹോൾഡ് ചെയ്യണം? ഒബ്വിയസ്ലി 50-50 എന്നുള്ള റേഷ്യോ അത്ര നല്ല ഐഡിയ ആയിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ സിൽവർ ഭയങ്കര വോളറ്റൈലാണ്. ആ വോളറ്റിലിറ്റി വളരെ കൂടുതൽ നല്ലൊരു കാര്യമല്ല. നിങ്ങൾ ലോങ് ടേമിലേക്ക് ഒരു 5-10 വർഷമൊക്കെയാണ് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഭയങ്കര വോളറ്റിലിറ്റി നിങ്ങൾ വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ 10% 20% ഒക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ ഒന്നെങ്കിൽ ഒരു ബേസ് റേഷ്യോ 70-30 ആണ് നമ്മൾ ഇൻഡസ്ട്രി വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം നിങ്ങൾക്ക് സിൽവറിന് റിട്ടേൺസ് കിട്ടുകയും ചെയ്യും, എന്നാൽ സിൽവറിന് ഭയങ്കര വോളറ്റിലിറ്റി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടാവില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്ക് എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 50-50 വേണേൽ ആക്കാം. ഇനി നിങ്ങൾക്ക് തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിൽവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് ബെനിഫിറ്റും ആ ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റും അതൊക്കെ നിങ്ങൾക്ക് ഗോൾഡ് വെച്ച് മാത്രം ഉണ്ടാക്കാവുന്നതാണ്. സിൽവർ മാത്രം നിങ്ങൾ വാങ്ങി വെക്കുന്നത് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. മേ ബി 6 മന്ത്സിലേക്കും 1 ഇയറിലൊക്കെ സിൽവറിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സിൽവർ മാത്രം വാങ്ങി വെക്കുന്നത് അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. ഇനി നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവ് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് സിൽവർ റേഷ്യോ ചാർട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ സിൽവറിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് മുകളിലേക്ക് താഴേക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ ഈ റേഷ്യോ ഈ ആവറേജ് ഓൾമോസ്റ്റ് 60 ആണ് വരുന്നത്. ആ 60ൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഗോൾഡ് കുറച്ച് ഓവർ വാല്യൂഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് താഴെ കിടക്കുമ്പോൾ ഗോൾഡ് ചീപ്പർ ആണ്. വിത്ത് റെസ്പെക്ട് ടു സിൽവർ ഗോൾഡ് ചീപ്പർ എന്നാണ് അർത്ഥം. ഗോൾഡ് ചീപ്പർ ആകുമ്പോൾ ഒബ്വിയസ്ലി കൂടുതൽ പൈസ ഗോൾഡിലേക്കും, ഗോൾഡ് എക്സ്പെൻസീവ് ആകുമ്പോൾ നിങ്ങൾ കൂടുതൽ പൈസ സിൽവറിലേക്ക് മാറ്റുന്ന ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കും. നമ്മൾ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ അടുത്ത കുറച്ച് വർഷങ്ങളിൽ സിൽവറാണ് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസ്. ഇവിടെ നമുക്ക് ചാൻസിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി അടുത്ത 3 വർഷത്തിൽ സിൽവർ ഭയങ്കര റിട്ടേൺസ് തരുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഗിവൺ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കുറച്ച് സിൽവർ ഉള്ളത് ഒരു നല്ല കാര്യമായിരിക്കും. കാരണം ഗോൾഡിൻ്റെ സിൽവറിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചീപ്പർ ആരാണ്? തീർച്ചയായും സിൽവറാണ്. അപ്പോൾ കുറച്ചൊരു സിൽവർ മേ ബി ഒരു 30% 20% സിൽവർ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗോൾഡ് സിൽവറും തമ്മിൽ റേഷ്യോ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 70-30 ആവാം, 50-50 ആവാം. അത് നിങ്ങളുടെ കംഫർട്ടും നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റിയും അനുസരിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് ഈ ഗോൾഡിലോ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സെബി റെഗുലേറ്റഡ് ആയിട്ട് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ഈ വീഡിയോയുടെ സ്പോൺസർ സ്റ്റേബിൾ മണി നല്ലൊരു ഓപ്ഷനാണ്. സ്റ്റേബിൾ മണിയിലൂടെ നിങ്ങൾക്ക് ഗോൾഡ് സിൽവർ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ ചാർജ് സ്റ്റേബിൾ മണി എടുക്കില്ല. മാത്രമല്ല ഇവിടെ നിങ്ങൾ സ്റ്റേബിൾ മണിയിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ സ്റ്റേബിൾ മണിയിലൂടെ ബാക്കിയുള്ള ഓൾറെഡി മാർക്കറ്റ്സിലുള്ള പോപ്പുലർ ആയിട്ടുള്ള ഗോൾഡും സിൽവർ മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആപ്പ് എടുക്കാം. ഒരു ഗോൾഡ് സിൽവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡിനെ സിൽവറിനെ പറ്റിയും അതിൻ്റെ പാസ്റ്റ് റിട്ടേൺസിനെ പറ്റിയും കുറേ ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക. ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഗോൾഡും സിൽവറും രണ്ടും കൂടി അടങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഗോൾഡ് മാത്രമായിട്ട് സിൽവർ മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലംസം ബൈ ഇൻവെസ്റ്റ് ചെയ്യാം, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എങ്ങനെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ്, ഫോർ എക്സാമ്പിൾ 70-30 രീതിയിലുള്ള ഗോൾഡും സിൽവറും അലൊക്കേഷൻ അവർ തന്നെ ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഫീച്ചർ ഈ ഒരു ആപ്പ് തരുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗോൾഡും സിൽവറും രണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ രണ്ടിനും എക്സ്പോഷർ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഒരു ഡൈനാമിക്കലി 70-30 റേഷ്യോയിൽ നിങ്ങളുടെ പൈസ മാനേജും ചെയ്തോളൂ. സോ തീർച്ചയായും ഗോൾഡും സിൽവറൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് വീണ്ടും ഓർമ്മിക്കാനുള്ള കാര്യത്തേ ഉള്ളൂ, നിങ്ങൾ ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരിക്കലും അടുത്ത
6 മാസത്തിൽ അടുത്തൊരു വർഷത്തിൽ അത് സിൽവറും ഗോൾഡും മുകളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ആവരുത്. കാരണം അത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്കുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. നാളെ സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഗോൾഡ് സിൽവർ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് നേരെ തിരിച്ചുള്ള സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം. നാളെ ഗോൾഡ് സിൽവർ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ ബോണ്ടോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവണം. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 2 ഗുണങ്ങളുണ്ടാവും. ഒന്ന്, നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോ എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫോമോ ഉണ്ടാവില്ല. സിൽവർ നല്ല റിട്ടേൺസ് വരുമ്പോൾ അയ്യോ അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ, ഗോൾഡ് നല്ല റിട്ടേൺസ് വരുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ, സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺസ് വരുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ എന്നുള്ള ഫോമോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആ ഫോമോ പലർക്കും വരുമ്പോഴാണ് ഓരോരോ ട്രാപ്പിൽ ഓരോ ആൾക്കാർ പോയി പെടുക. കാരണം അപ്പോഴായിരിക്കും നിങ്ങളുടെ ആരെങ്കിലും കുടുംബത്തിൽ ആരോ അല്ലെ ഫ്രണ്ടൊക്കെ പറയുന്നത് എടാ ഇത് നല്ല പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാം. കൃത്യം ആ റോങ് ടൈമിലായിരിക്കും നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ട്രാപ്പിൽ പോയി പെടാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജിയും കൂടിയാണ് ഈ ഡിവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. കാരണം മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ പൈസ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല നിങ്ങൾ ജനറലി കുറച്ചുകൂടി ഹാപ്പിയർ ആയിരിക്കും, സമാധാനം കിടന്നുറങ്ങാൻ പറ്റും. അതാണ് ഇൻവെസ്റ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം കൃത്യമായി നിങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം പോലും ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിസർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട് അവരോട് സംസാരിക്കുക, എന്നിട്ട് വേണം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. Disclaimer: Mutual fund investments are subject to market risks. Read all scheme-related documents carefully.